ടു പീസ്, ഇത് 3 പീസ്. ഇല്ല 2 പീസ് അവൈലബിൾ. ഓണത്തിൻ്റെ കളക്ഷൻസ് ഒന്നും കൊണ്ടുവന്നില്ലേ അമ്മ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് സേലത്ത് പോയിട്ട് നമ്മൾ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ ആര്യഭവൻ അങ്ങനെ എന്തോ ഭവൻസിൻ്റെ ഹോട്ടൽ തന്നെയാണ്. അവിടുന്ന് നമ്മൾ ഇഡലിയും ചായയും ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മുടെ നാട്ടിലെ ദോശപ്പൊടി ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി രാവിലത്തെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ തമിഴരുടെ ഒരു കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവർ ഭയങ്കരമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ കൂടെ നിന്ന് നമ്മളെ ഇരുത്തി നിലത്തിരുത്തിയിട്ടാണ് അവരെല്ലാ സാരികളും മടക്കി നിവർത്തിയൊക്കെ നമുക്ക് കാണിച്ചു തരാറുള്ളത് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബംഗാൾ ടിഷ്യൂ മൽക്കോട്ടൺ സാരീസൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗോൾഡൻ കസവ് നമ്മുടെ അടുത്ത് കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഏത് സാരിയാണോ വേണ്ടതെന്നുള്ളത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഈ ഒരു മഞ്ഞ കളർ നല്ല ഭംഗിയിലൊരു മാമ്പഴ കളറാണ് കേട്ടോ. ഇതൊന്നും വേറെ എവിടെയും കിട്ടില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബെറ്റ് അടിക്കാൻ ഞാൻ 1499 രൂപയോ 1399 രൂപയ്ക്ക് ആവട്ടെ എന്തായാലും. കാരണം അത്രയധികം വില കയറ്റിയിട്ടാണ് ആൾക്കാർ വിൽക്കണത് എന്ന് കണ്ടപ്പോൾ എനിക്ക് അയ്യോ എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം റേറ്റ് ഓൾറെഡി ഇതിനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ പോയി എന്ന് വെച്ചിട്ട് 350, 450, 550 നമുക്ക് ഈ സാരി കിട്ടുമൊന്നുമില്ല. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. ബംഗാൾ കോട്ടൺ ആണല്ലോ, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സാരിയുടെ മേക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഈ ലോട്ടസ് പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാസി, നമ്മുടെ ഒരു ജാസി കൊടുത്തിട്ട് വൈറലാക്കിയിട്ട് ആ ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ദാവണി സാരി പോലത്തെ ഹാഫ് സാരി പോലത്തെ സാരീസൊക്കെ നമുക്ക് അത്രയും ഇഷ്ടം വേണം, എന്നാലേ അതൊക്കെ പോവുള്ളൂ. അതുപോലെ തന്നെ വേറെ നമ്മളെ മൽക്കോട്ടണിൽ ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മൽക്കോട്ടണിൽ ഒരു കേരള സ്റ്റൈലിൽ വരുന്ന ഒരു സാരി തന്നെയാണ്. വിത്ത് ടെസൽസ് ഒക്കെ വന്നിട്ടാണ്. എനിക്ക് ഈ കടയിൽ നിന്ന് പോരാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അത്രയും കളക്ഷൻസ് കണ്ടിട്ട് എങ്ങനെയാണെന്ന് തോന്നിപ്പോവാണ് കേട്ടോ. ഈ ഒരു സാരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു യെല്ലോ മജന്ത കോമ്പിനേഷനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഒരു ഖാദി കോട്ടൺ ആണല്ലോ, നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു ജൂട്ട് മെറ്റീരിയലാണ്, സുഖമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് ഇങ്ങനെ കാണാത്ത പ്രിൻറ്റും അതേപോലെ കാണാത്ത മെറ്റീരിയലൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇത് ഞാൻ എല്ലായിടത്തും കോമൺലി കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുത്തില്ല. ഈ ഒരു മെറൂണും ബ്ലാക്കും കോമ്പിനേഷനിലുള്ള ഈ ഒരു മൽക്കോട്ടൺ സാരി, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. ആ ഒരു കോഫി ബ്രൗൺ ചുരിദാർ സെറ്റാണ്, 3 പീസ് സെറ്റാണ്. അതേപോലെ ഈ ഒരു മജന്ത കോമ്പിനേഷനിൽ ഒരു കാഞ്ചി കോട്ടൺ ബോർഡർ വന്നിട്ടുള്ള ഈ ഒരു സാരി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ.